ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കുന്നത് 8ാം ക്ലാസ്സിലെ ചാപ്റ്റർ 11 ഫ്യൂഡലിസവും മധ്യകാല ലോകവും. മധ്യകാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഫ്യൂഡലിസത്തെക്കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ ഫ്യൂഡലിസം എന്താണെന്ന് നോക്കാം. പാശ്ചാത്യ റോമാ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയെ തുടർന്ന് മധ്യകാല യൂറോപ്പിൽ നിലവിൽ വന്ന സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ വ്യവസ്ഥയാണ് ഫ്യൂഡലിസം. ഫ്യൂഡ് എന്ന ജർമ്മൻ വാക്കിൽ നിന്നാണ് ഫ്യൂഡലിസം എന്ന പദം രൂപപ്പെട്ടത്. ഫ്യൂഡ് എന്ന വാക്കിനർത്ഥം ഒരു തുണ്ട് ഭൂമി. ഈ ഫ്യൂഡലിസം ആവിർഭവിച്ചത് ഫ്രാൻസിലാണ്. പിന്നീടാണ് ഇംഗ്ലണ്ട്, ഇറ്റലി എന്നിവിടങ്ങളിലേക്കൊക്കെ വ്യാപിച്ചത്. ഫ്യൂഡൽ വ്യവസ്ഥിതിയിലെ 3 ക്രമങ്ങൾ നോക്കാം. പുരോഹിതർ, പ്രഭുക്കന്മാർ, കർഷകർ. ഇതിൽ പറയണത് ഭൂമി മുഴുവൻ കൈവശം വെച്ചേക്കുന്നത് രാജാവാണ്. രാജാവ് കൈവശം വെച്ചേക്കണ ഭൂമി പ്രഭുക്കന്മാർക്ക് വീതിച്ച് നൽകിയായിരുന്നു. എന്നിട്ട് അവരുമായിട്ടൊരു ധാരണയുണ്ടാക്കി. കാരണം രാജാവിനോട് കൂറുള്ളവരായിരിക്കണമെന്നും എന്തെങ്കിലും ആവശ്യ സന്ദർഭം വന്നാൽ സൈന്യത്തെ നൽകി സഹായിക്കണമെന്നും പ്രതിജ്ഞ ചെയ്തിരുന്നു. പ്രഭുവിന് സൈന്യത്തെ രൂപീകരിക്കാനും നീതിന്യായ വ്യവസ്ഥ നടപ്പിലാക്കാനും സ്വന്തമായി നാണയം അച്ചടിക്കാനും അധികാരമുണ്ടായിരുന്നു. ഫ്യൂഡൽ വ്യവസ്ഥിതിയിൽ ഈ 1ഉം 2ഉം വിഭാഗങ്ങളെ നിലനിർത്തിയിരുന്ന 3ാമത്തെ വിഭാഗമാണ് കർഷകർ. കർഷകരിൽ തന്നെ 2 വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു: സ്വതന്ത്ര കർഷകരും അടിയാന്മാരും. പിന്നെ പറയുന്നത് അവർ അനുഭവിക്കുന്ന ദുരിതങ്ങളെക്കുറിച്ചാണ്. ഇവർക്ക് സ്വന്തമായി ഭൂമി ഉണ്ടായിരുന്നില്ല. പ്രഭുക്കന്മാരുടെ കൃഷിയിടങ്ങളിലും വീടുകളിലുമൊക്കെ പണിയെടുക്കേണ്ടി വന്നു. വേതനം ലഭിച്ചിരുന്നില്ല. പ്രഭുവിൻ്റെ അനുവാദമില്ലാതെ ഭൂമി വിട്ടുപോകാൻ കഴിയുമായിരുന്നില്ല. ഇതിനുശേഷം 14ാം നൂറ്റാണ്ടോടെ ഫ്യൂഡലിസം തകരാൻ തുടങ്ങി. ഇതിനിടയാക്കിയ സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കാലാവസ്ഥാ വ്യതിയാനം, ലോഹനാണയങ്ങളുടെ ദൗർലഭ്യം, രാജാധികാരം ശക്തിപ്പെട്ടത്, പ്ലേഗ് അഥവാ കറുത്ത മരണം എന്ന മഹാമാരിയുടെ വ്യാപനം, വെടിമരുന്നിൻ്റെ കണ്ടുപിടുത്തം, കുരിശുയുദ്ധങ്ങൾ, അവയൊക്കെയായിരുന്നു സാഹചര്യങ്ങൾ. അടുത്തതായിട്ട് പറയുന്നത് റോമാ സാമ്രാജ്യത്തിനെ കുറിച്ചാണ്. റോമാ സാമ്രാജ്യം, പശ്ചിമ റോമാ സാമ്രാജ്യം, പൂർവ്വ റോമാ സാമ്രാജ്യം എന്നിങ്ങനെ 2ആയി വിഭജിക്കപ്പെട്ടു. പശ്ചിമ റോമാ സാമ്രാജ്യത്തെ പിൽക്കാലത്ത് യൂറോപ്പിലെ ഗോത്രവിഭാഗമായ ഫ്രാങ്കുകൾ കീഴടക്കി. അപ്പോൾ യൂറോപ്പിലെ ഏത് ഗോത്രവിഭാഗമാണ് പശ്ചിമ റോമാ സാമ്രാജ്യം കീഴടക്കിയത്? ഫ്രാങ്കുകൾ. ഈ ഫ്രാങ്കുകൾ സ്ഥാപിച്ച സാമ്രാജ്യമാണ് ഫ്രാങ്കിഷ് സാമ്രാജ്യം. ഫ്രാങ്കിഷ് സാമ്രാജ്യത്തിലെ പ്രസിദ്ധനായ ഭരണാധികാരിയാണ് ഷാലമീൻ. പോപ്പ് ലിയോ 3ാമനെ ശത്രുക്കൾ റോമാ നഗരത്തിൽ നിന്ന് പുറത്താക്കിയപ്പോൾ ഷാലമീൻ അവരെ പരാജയപ്പെടുത്തുകയും അദ്ദേഹത്തെ വീണ്ടും പോപ്പായി അവരോധിക്കുകയും ചെയ്തു. ഇതിന് പ്രത്യുപകാരമായി ഷാലമീന് ആദ്യത്തെ വിശുദ്ധ റോമാ ചക്രവർത്തിയായി പോപ്പ് കിരീടധാരണം ചെയ്തു. അതിനാൽ ഈ സാമ്രാജ്യം വിശുദ്ധ റോമാ സാമ്രാജ്യം എന്ന പേരിലും അറിയപ്പെടുന്നു. അപ്പോൾ പശ്ചിമ റോമാ സാമ്രാജ്യത്തെയാണ് വിശുദ്ധ റോമാ സാമ്രാജ്യം എന്ന പേരിലും അറിയപ്പെടുന്നത്. ഈ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഒരു വാസ്തുവിദ്യാ ശൈലിയാണ് കരോലിഞ്ചിയൻ ശൈലി. ഷാലമീൻ്റെ കാലഘട്ടത്തിലുണ്ടായ വൈജ്ഞാനിക പുരോഗതി കരോലിഞ്ചിയൻ നവോത്ഥാനം എന്നും പറയുന്നു. വാസ്തുവിദ്യയിലെ കരോലിഞ്ചിയൻ ശൈലി എന്താണെന്ന് നോക്കാം. ബൈസാന്റിയൻ ശൈലിയും പ്രാചീന റോമൻ ശൈലിയും സംയോജിപ്പിച്ച ശൈലിയാണിത്. കമാനാകൃതിയിലുള്ള വാതിലുകളും താഴികക്കുടങ്ങളും മൊസൈക്ക് തറകളുമാണ് ഇതിൻ്റെ സവിശേഷതകൾ. അപ്പോൾ സവിശേഷതകൾ എന്തൊക്കെയാണ്? കമാനാകൃതിയിലുള്ള വാതിലുകൾ, താഴികക്കുടങ്ങൾ, മൊസൈക്ക് തറകൾ. പശ്ചിമ റോമാ സാമ്രാജ്യത്തിനു ശേഷം കിഴക്ക് ഉദയം കൊണ്ട സാമ്രാജ്യമാണ് പൂർവ്വ റോമാ സാമ്രാജ്യം. ഇതിൻ്റെ തലസ്ഥാനമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. ഈ കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ പഴയ പേരാണ് ബൈസാന്റിയൻ. അതുകൊണ്ട് ഈ സാമ്രാജ്യം ബൈസാന്റിയൻ സാമ്രാജ്യം എന്നും അറിയപ്പെടുന്നുണ്ട്. ഇവിടുത്തെ പ്രസിദ്ധനായ ഭരണാധികാരിയാണ് ജസ്റ്റിനിയൻ. ലോകത്ത് ജസ്റ്റിനിയൻ നൽകിയ ഏറ്റവും വലിയ സംഭാവനയാണ് ജസ്റ്റിനിയൻ്റെ നിയമം. രാജ്യത്ത് നിലനിന്നിരുന്ന നിയമങ്ങളും നിയമശാസ്ത്രങ്ങളും നിയമങ്ങളുടെ ശാസനങ്ങളും ക്രോഡീകരിച്ച് വ്യക്തമായ ഒരു നിയമം ഉണ്ടാക്കുന്നതിന് വേണ്ടി നിയമജ്ഞരുടെ ഒരു സമിതി രൂപീകരിച്ചു. ഇങ്ങനെ തയ്യാറാക്കിയ നിയമമാണ് കോർപ്പസ് ജൂറിസ് സിവിൽസ്. ഇതിന് 3 ഭാഗങ്ങൾ ഉണ്ടായിരുന്നു. അവയാണ് ഡൈജസ്റ്റ്, കോഡ്, ഇൻസ്റ്റിറ്റ്യൂട്ട്. കോർപ്പസ് ജൂറിസ് സിവിൽസിലെ 3 ഭാഗങ്ങളാണ് ഡൈജസ്റ്റ്, കോഡ്, ഇൻസ്റ്റിറ്റ്യൂട്ട്. അടുത്തതായിട്ട് പറയുന്നത് മധ്യ ഇസ്ലാമിക പ്രദേശങ്ങളെക്കുറിച്ചാണ്. ഇതിൽ നമുക്ക് വേണ്ട പോയിന്റ് ഹിജറ എന്ന പദം എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്നാണ്. മുഹമ്മദ് നബി തൻ്റെ അനുയായികളുമായി മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യപ്പെട്ടു. ഇത് അറിയപ്പെടുന്നതാണ് ഹിജറ. അറബികളുടെ സംഭാവന നോക്കാം. ബീജഗണിതം, അറബിയക്കങ്ങൾ, പ്രകാശശാസ്ത്രം, 1001 രാവുകൾ. ഇതിൽ ഇന്ത്യയുടെ സംഭാവനയാണ് 0. ഇത് ലോകത്താകെ വ്യാപിപ്പിച്ചത് അറബികളാണ്. ഇനി കുറച്ച് അറബി സാഹിത്യകാരന്മാരെ പരിചയപ്പെടാം. വൈദ്യശാസ്ത്രത്തിലെ 2 പ്രധാന
സാഹിത്യകാരന്മാരാണ് അൽ റാസി, അവിസന്ന. അൽ റാസിയുടെ പ്രധാന ഗ്രന്ഥമാണ് കിതാബ് അൽ ഹാവി. അൽ റാസിയുടെ പ്രധാന ഗ്രന്ഥമാണ് കിതാബ് അൽ ഹാവി. അവിസന്നയുടെ പ്രധാന ഗ്രന്ഥമാണ് അൽഗാനുൻ ഫിത്തിബ്. അവിസന്നയുടെ പ്രധാന ഗ്രന്ഥമാണ് അൽഗാനുൻ ഫിത്തിബ്. അടുത്തത് അൽബറൂണി. അദ്ദേഹത്തിൻ്റെ മേഖല ഭൗമശാസ്ത്രമാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാന ഗ്രന്ഥമാണ് തഹ്കിഖു മാലിൽ ഹിന്ദ്. അദ്ദേഹത്തിൻ്റെ പ്രധാന ഗ്രന്ഥമാണ് തഹ്കിഖു മാലിൽ ഹിന്ദ്. അടുത്ത രണ്ട് സാഹിത്യ മേഖലയിലെ രണ്ട് സാഹിത്യകാരന്മാരാണ് ഉമർ ഖയ്യാം, ഫിർദൗസി. അദ്ദേഹത്തിൻ്റെ ഉമർ ഖയ്യാമിൻ്റെ ഗ്രന്ഥമാണ് റുബ ഇയാത്ത്. ഉമർ ഖയ്യാമിൻ്റെ പ്രധാന ഗ്രന്ഥമാണ് റുബ ഇയാത്ത്. ഫിർദൗസിയുടെ മേഖല സാഹിത്യം. അദ്ദേഹത്തിൻ്റെ പ്രധാന ഗ്രന്ഥമാണ് ഷാനാമ. മംഗോളിയൻ സാമ്രാജ്യം. മധ്യേഷ്യയുടെ കിഴക്ക് ഭാഗത്ത് വസിച്ചിരുന്ന നാടോടികളായ ഗോത്രവർഗമാണിത്. മംഗോളിയൻ സാമ്രാജ്യത്തിന് അടിത്തറയിട്ടത് ചെങ്കിസ് ഖാൻ ആയിരുന്നു. ടെമുജിൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര്. അപ്പോൾ ചെങ്കിസ് ഖാൻ്റെ യഥാർത്ഥ പേരാണ് ടെമുജിൻ. മംഗോളിയൻ ഗോത്രസഭയാണ് അദ്ദേഹത്തിന് ചെങ്കിസ് ഖാൻ എന്ന പേര് നൽകിയത്. അപ്പോൾ ചെങ്കിസ് ഖാൻ എന്ന പേര് നൽകിയത് മംഗോളിയൻ ഗോത്രസഭ. മംഗോളിയരുടെ തലസ്ഥാനമാണ് കാരക്കോറം. രാജ്യത്തിൻ്റെ വിവിധ പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് ഒരു തപാൽ സമ്പ്രദായം ചെങ്കിസ് ഖാൻ ആരംഭിച്ചു. ഇതാണ് യാം. കാര്യക്ഷമമായ ഈ സമ്പ്രദായത്തിന് കുതിരകളെയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അദ്ദേഹം യാസ എന്ന പേരിൽ നിയമസംഹിതയ്ക്കും രൂപം നൽകി. അപ്പോൾ ചെങ്കിസ് ഖാൻ്റെ യഥാർത്ഥ നാമമാണ് ടെമുജിൻ. ഈ ടെമുജിന് ചെങ്കിസ് ഖാൻ എന്ന പേര് നൽകിയത് മംഗോളിയൻ ഗോത്രസഭയാണ്. മംഗോളിയരുടെ തലസ്ഥാനം ഏതായിരുന്നു? കാരക്കോറം. അതേപോലെ ചെങ്കിസ് ഖാൻ ആരംഭിച്ച ഒരു തപാൽ സമ്പ്രദായമാണ് യാം. അദ്ദേഹത്തിൻ്റെ നിയമസംഹിത യാസ എന്ന പേരിലും അറിയപ്പെട്ടു. അമേരിക്കയിലെ രാഷ്ട്ര സമ്പ്രദായങ്ങൾ. പാബ്ലോ നെരൂദയുടെ ദ ഹൈറ്റ്സ് ഓഫ് മാച്ചു പിച്ചു എന്ന ബുക്കിലെ വരികളാണിവ. ഈ ഭാഗത്ത് പറയുന്നത് അമേരിക്കയിൽ നിലനിന്നിരുന്ന രാഷ്ട്ര സമ്പ്രദായങ്ങളെക്കുറിച്ചാണ്. ആസ്ടെക്കുകൾ, മായന്മാർ, ഇൻകകൾ എന്നിവയാണ് അമേരിക്കയിൽ നിലനിന്നിരുന്ന രാഷ്ട്ര സമ്പ്രദായങ്ങൾ. അതിൽ ആസ്ടെക്കുകൾ എന്താണെന്ന് നോക്കാം. 12-ാം നൂറ്റാണ്ടിൽ ആസ്ടെക്കുകൾ മെക്സിക്കോ താഴ്വരയിലേക്ക് കുടിയേറി. ഈ ആസ്ടെക്കുകളുടെ തലസ്ഥാനമാണ് ടെനോട്ടിറ്റ്ലാൻ. ഇവർ മെക്സിക്കോ തടാകത്തിനുള്ളിൽ ചിനമ്പകൾ എന്ന കൃത്രിമ ദ്വീപുകൾ നിർമ്മിച്ചിരുന്നു. അപ്പോൾ ആസ്ടെക്കുകൾ നിർമ്മിച്ച കൃത്രിമ ദ്വീപുകളാണ് ചിനമ്പകൾ. ഈ പാഠഭാഗത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സ് മാത്രമേ നമ്മൾ നോക്കിയിട്ടുള്ളൂ. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വിസ് സ്റ്റഡി സ്കോട്ട് ടെലിഗ്രാം ഗ്രൂപ്പിൽ നാളെ രാവിലെ 7 മണിക്കുണ്ടായിരിക്കും. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. താങ്ക്